ഞാനിന്ന് ഒരു ആലു പൊറാത്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാണെങ്കിൽ സ്റ്റഫിങ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ആലു പൊറാത്ത ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. പലർക്കും ഇത് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞ് പരത്തുമ്പം അത് പൊട്ടിപ്പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നമുള്ളവരുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ളവർ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് പൊട്ടറ്റോയും പിന്നെ ഒരു ചെറിയ പൊട്ടറ്റോയും കൂടിയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണെങ്കിൽ ഞാൻ ഉപ്പൊന്നും ഇടാതെ വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുത്തേ കേട്ടോ. പൊട്ടറ്റോ ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കും. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഇനി പൊടിയും കൂടെ ഇടുമല്ലോ, അപ്പം അതിനൂടെ കണക്കാക്കിയിട്ടുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് ആട്ടയാട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ആട്ട കുറേശ്ശെ ഇട്ട് നമുക്കിത് മൊത്തം കുഴച്ചെടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു, കാരണം എനിക്ക് ഈ 1.5 കപ്പിന് ഇത് കറക്റ്റ് ആയിരുന്നു. ഇനി നിങ്ങൾ ചെയ്യുമ്പം അഥവാ എടുത്തു വെച്ചിരിക്കുന്ന ആട്ട ഇട്ട് കഴിഞ്ഞിട്ട് മാവ് ലൂസ് ആയിട്ടായിരിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ മാവ് ചേർത്ത് കൊടുക്കണം. ഇനി കുഴയ്ക്കുന്ന സമയത്ത് അഥവാ ഇച്ചിരി ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആദ്യമേ ഒത്തിരി വെള്ളം ചേർക്കരുത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചുട്ട് തുടങ്ങാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു കുറച്ച് വലിയ ബോളായിട്ട് എടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. പരത്തുമ്പം ഒരുപാട് തിന്നായിട്ട് പരത്തരുത്, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട. ഒരു മീഡിയം കട്ടിക്ക് പരത്തിയിട്ട് നമുക്കത് ചുട്ടെടുക്കാം. ഞാനിവിടെ പരത്താൻ തുടങ്ങിയപ്പോൾ തന്നെ അടപ്പയിൽ ഞാൻ ചപ്പാത്തി കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിത് ഇനി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു സൈഡ് ഒന്നായി വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മേളിൽ ആ കളർ ഒന്നിങ്ങനെ മാറി വരും. അന്നേരം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തേച്ച് ഇത് ചൂടോടെ കഴിക്കുന്ന കേട്ടോ ടേസ്റ്റ്. ഇത് ശരിക്കും കറിയൊന്നും വേണ്ട കഴിക്കാൻ. അത് നമുക്ക് ഇച്ചിരി തൈരോ അല്ലെങ്കിൽ ഇച്ചിരി അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ശരിക്കും മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസം ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെയാണ്. അപ്പം നമ്മുടെ ആലു പൊറോട്ട വിത്തൗട്ട് സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്